10 വർഷങ്ങൾ 5 സീസണുകൾ 42 എപ്പിസോഡുകൾ. പണ്ട് ബാലരമയിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ആർട്ടിക്കിളാണ് ഞാൻ ആദ്യമായി സ്ട്രേഞ്ചർ തിങ്സിനെ കുറിച്ച് വായിക്കുന്നത്. അവിടെ മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഒരു ഫുൾ സർക്കിൾ മൊമെന്റ്. അതായത് സ്ട്രേഞ്ചർ തിങ്സിനോടൊപ്പം നമ്മളെല്ലാവരും ഗ്രോ ചെയ്തൊരവസ്ഥ. ഇപ്പോഴിതാ സ്ട്രേഞ്ചർ തിങ്സിന്റെ സീരീസ് അവസാനിച്ചെങ്കിൽ പോലും ചില മിസ്റ്ററികൾ നിലനിർത്തിക്കൊണ്ടാണ് സീരീസ് അവസാനിക്കുന്നത്. മെയിനായിട്ടും 11 എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് 2 പോസിബിലിറ്റീസ് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു സീരീസിന് ബാക്കിയായിട്ട് ഇനി വരാൻ പോകുന്ന മോണ്ടാക്ക് എന്ന അടുത്ത സീരീസിന്റെ ടീസുകളും. മോണ്ടാക് സീരീസിൽ ജിം ഹോപ്പറും ജോയ്സും ഉണ്ടാകും എന്നതിൻ്റെ കൂടെ തന്നെ മോസ്റ്റ് ലൈക്ലി 11 തിരിച്ചെത്തിയേക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് ഇവിടെ മോസ്റ്റ്ലി അവസാനിച്ചു എന്ന് പറയാമെങ്കിലും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഈ സീരീസ് വരുമോ എന്നും അതേപോലെ ഹോളി വീലറിൻ്റെ അടക്കമുള്ള സ്പിൻ ഓഫുകൾ വരുമോ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി എന്തായിരിക്കാം ശരിക്കും 11 സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു തിയറിയും. അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടലി എല്ലാം കൂടെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു ഷോ ഡൗൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. വെഗ്നെയും മൈൻഡ് ഫ്ലെയറിനെല്ലാം തോപ്പിച്ച് തിരികെ നാട്ടിലേക്ക് എത്തിയ കുട്ടികളെയും അതേപോലെ ഹോപ്പർ ആൻഡ് ജോയ്സിനെയൊക്കെ കൂടെ മിലിറ്ററി വളയുന്നുണ്ട്. അപ്പോൾ മിലിറ്ററി വളയുന്ന സമയത്ത് എല്ലാവരോടും ഹാൻഡ്സ് അപ്പ് ചെയ്ത് താഴോട്ട് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ട്രക്കിനകത്ത് എല്ലിനെയും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലിനെ കാണുന്നില്ല. ഇവർ ആ ഒരു സമയത്ത് തന്നെ എല്ലിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള അവർ ക്രിപ്റ്റോണൈറ്റ് എന്ന് വിളിക്കുന്ന ഒരു സപ്രസസ് കൊണ്ടുവരുന്നു. അത് വെച്ചിട്ടുണ്ടെങ്കിൽ 11 പവേഴ്സ് വർക്കാവത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നോക്കുകയാണ് 11 ഇവിടെ പോയെന്ന്, 11 കാണുന്നില്ല. ആ ഒരു ആർമി ഓഫീസർ പറയുന്നുണ്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ അവളെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഡെസ്റ്റിനും മൈക്കും ഒക്കെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് എല്ലാം കൂടെ പൊട്ടി തകരാൻ പോകുന്നിടത്ത് 11 നിൽക്കുന്നു. അപ്സൈഡ് ഡൗൺ ഇംപ്ലോഡ് ആവുന്ന സീൻ നമ്മൾ കാണുന്നുണ്ട്. അത് ഇംപ്ലോഡ് ആവുന്ന സമയത്ത് മൊത്തത്തിൽ എല്ലാത്തിനും ഒരു ബ്ലാക്ക് ഹോൾ പോലെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. അവിടെ നിൽക്കുന്ന എല്ലാം ഒരു ബ്ലാക്ക് ഹോൾ പോലെ വലിച്ചെടുത്ത് ഇംപ്ലോഡായി പോവുകയാണ്. അക്കൂട്ടത്തിൽ തന്നെ 11 മരിക്കുന്നു എന്ന രീതിയിലാണ് ആ ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു പോയിന്റിൽ പോലും 11 പറന്നു പോകുന്നതായിട്ട് കാണിക്കുന്നില്ല. ആ ഒരു മൊത്തം പുകയും പടലും എല്ലാം കൂടെ വരുമ്പോൾ അതിനിടയിൽ ഇൻവിസിബിൾ ആയി പോകുന്നത് പോലെയാണ് കാണുന്നത്. എന്നാൽ ഇതിനൊക്കെ മുമ്പ് തന്നെ 11 മൈക്കുമായിട്ട് അവരുടെ ഒരു മൈൻഡ് സ്പേസിൽ സംസാരിക്കുന്നുണ്ട്. അവിടെ വെച്ചൊരു ഇമോഷണൽ സീനാവുകയാണ്. മൈക്കിനോട് ഗുഡ് ബൈ പറയുകയാണ്, എല്ലാ ഫ്രണ്ട്സിനോടും നന്ദി പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് 11 ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 11 ഇങ്ങനൊരു സംഭവം എപ്പോൾ ചെയ്താലും മൂക്കിനകത്തുനിന്ന് ചോര വരും. പക്ഷെ ഒരു പോയിന്റിൽ പോലും ആ ഒരു സീൻ കഴിഞ്ഞിട്ട് ആ ഒരു മൈക്കിനുമായിട്ട് മൈൻഡിൽ സംസാരിച്ചതിന് ശേഷം ഒരിക്കലും മൂക്കിൽ നിന്ന് ചോര വരുന്നത് നമ്മളെ കാണുന്നില്ല. 11 പഴയതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ആ കണ്ട 11 ഫേക്ക് ആണെന്നുള്ള മൈക്കിൻ്റെ ഒരു തിയറി സത്യമാവുകയാണ്. അപ്സൈഡ് ഡൗൺ ഇംപ്ലോഡ് ആകുമ്പോൾ അവിടെ നിന്ന് സ്വയം ജീവൻ സാക്രിഫൈസ് ചെയ്യുന്ന 11 കണ്ടിട്ട് സീരീസിനകത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും കുറേ ഓഡിയൻസ് ആണെങ്കിലും അയ്യോ 11 സാക്രിഫൈസ് ചെയ്ത് ഇവരെ എല്ലാം രക്ഷിക്കുന്നല്ലോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് 18 മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞുള്ള സീൻ കാണിക്കുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് കുട്ടികളുടെയൊക്കെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ അവിടെ മൊത്തത്തിൽ ഡസ്റ്റിൻ വന്ന് ഫുൾ ബഹളമാക്കി കഴിയുമ്പോഴത്തേക്കും സ്പീക്കറിൽ നിന്നൊരു വല്ലാത്ത നോയ്സ്, നമ്മൾ സ്പീക്കറിൽ നിന്നൊക്കെ വല്ലാത്ത നോയ്സുകൾ ചില സമയത്ത് കേൾക്കാറില്ലേ, അതിങ്ങനെ കേൾക്കുന്നു. അത് കേട്ടപ്പോഴാണ് മൈക്കിന് പെട്ടെന്നൊരു കാര്യം കത്തുന്നത്. ആ ഒരു സംഭവങ്ങളെല്ലാം നടന്നപ്പോൾ, അതായത് 11 സാക്രിഫൈസ് ചെയ്യാൻ നിന്ന ആ ഒരു സമയത്ത് അതിനു ചുറ്റും 11 സപ്രസ് ചെയ്യുന്ന ഇവർ ക്രിപ്റ്റോണൈറ്റ് എന്ന് വിളിക്കുന്ന ഒരു സപ്രസസ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ 11 പവേഴ്സ് ഒരിക്കലും ആക്ടിവേറ്റ് ആവത്തില്ല. നമ്മൾ നേരത്തെ തന്നെ സീരീസ് കണ്ടതാണ്, ഈ ഒരു സപ്രസേഴ്സ് മിലിറ്ററി ഓൺ ആക്കി കഴിഞ്ഞാൽ 11 ഫുൾ പവേഴ്സ് പോകുന്നു മാത്രമല്ല ഉള്ള മൊത്തം എനർജി പോകുന്നൊരവസ്ഥയാണ്. നേരെ നിൽക്കാൻ പോലും പറ്റത്തില്ല, താഴെ അങ്ങ് വീഴും. എന്നാൽ ഈ ഒരു സംഭവം ഒരു 3-4 എണ്ണം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോലും 11 അത്രയും നേരം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ആ ഒരു സമയത്ത് തന്നെ മൈക്കിനോട് വന്ന് മൈൻഡ് സ്പേസിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തെന്ന് വിചാരിച്ച് 11 ശരിക്കുള്ള 11 അല്ല, ഇത് ഫേക്ക് ആണ്, വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ്. ആ ഇല്യൂഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു ചോദിച്ചാൽ അതിന് ഉത്തരവാദി കാളിയാണ്. 11 സിസ്റ്ററായിട്ടുള്ള കാളിക്ക് ഇല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സോ അങ്ങനെ കാളിയാണ് ഈ ഒരു സാധനം പ്രൊജക്റ്റ് ചെയ്തിട്ട് റിയൽ ആയിട്ടുള്ള 11 ഇൻവിസിബിൾ ആക്കി ഫേക്ക് ആയിട്ടുള്ള ഒരു 11 ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ കാളി നേരത്തെ മരിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു തിയറി. കാളി നേരത്തെ ഉണ്ടായ അറ്റാക്കിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാളിയെ വെടിവെക്കാൻ വേണ്ടിയിട്ട് മിലിറ്ററി വരുമ്പോൾ സമയത്ത് തന്നെയാണ് കറക്റ്റ് ആ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടെല്ലാം തെറിച്ചു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ കാളി ആ ഒരു സമയത്ത് മരിച്ചിട്ടുണ്ടായിരിക്കില്ല, കുറച്ച് ടൈം കൂടെ ജീവിച്ചു. അങ്ങനെ കാളി ഏറ്റവും അവസാനം തൻ്റെ ഒരു ഫൈനൽ പവേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇല്യൂഷൻ പുള്ള് ചെയ്യുന്നു. സോ അങ്ങനെ എല്ലാവരും ഡിസ്ട്രാക്ട് ചെയ്ത് റിയൽ ആയിട്ടുള്ള 11 ഇൻവിസിബിളായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഫേക്ക് ആയിട്ടുള്ള ഒരു 11 അപ്സൈഡ് ഡൗൺ പൊട്ടിത്തേക്കുമ്പോൾ അവിടെ പ്ലേസ് ചെയ്തിട്ട് 11 അതിൻ്റെ കൂടെ മരിച്ചുവെന്ന് എല്ലാവരും വിശ്വസിപ്പിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, അവിടെ വന്ന എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ സാധനങ്ങളും ലിറ്ററലി മണ്ണടക്കം ഇത് ബ്ലാക്ക് ഹോൾ പോലെ വലിച്ചെടുത്തുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ 11 മാത്രം ഒരു കുലുക്കോ അവിടെ നിൽക്കുമായിരുന്നു. 11 വലിച്ചെടുത്തോന്നും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു പോയിന്റ് ആകുമ്പോൾ പെട്ടെന്ന് 11 ഇൻവിസിബിൾ ആവുന്ന പോലെയാണ് കാണിക്കുന്നത്. സോ ആ ഒരു ഇല്യൂഷൻ അവിടെ എൻഡ് ആയി. കാരണം കാളി ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മരിച്ചു. സോ കാളി ഇത്തവണ റിയലായിട്ട് മരിച്ചു. എന്നാൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ 11 ആ ഒരു ബിൽഡിങ്ങിനകത്ത് കയറി അതിൻ്റെ താഴത്തെ ബേസ്മെന്റിലൂടെ രക്ഷപ്പെട്ടു. അപ്പോൾ ഗ്രാജുവേഷൻ ഡേയിലെ സ്പീക്കേഴ്സ് ആണ് ആ ഒരു പഴയ ക്രിപ്റ്റോണൈറ്റ് സപ്രസൈസിന് മൈക്കിന് ഓർമ്മിപ്പിച്ചത്. അവിടെ മൈക്കിന് എല്ലാം കണക്റ്റായി
പിന്നീട് ആ പെൺകുട്ടികൾ പാർട്ടിക്ക് വിളിക്കുമ്പോഴും മൈക്ക് പറയുന്നുണ്ട് നമുക്ക് പോകണ്ട, നമുക്ക് വേറൊരു കിടിലൻ ബെറ്റർ പ്ലാൻ ഉണ്ടെന്ന്. അങ്ങനെയാണ് ഇവരെല്ലാവരും കൂടെ ഒരു ഫൈനൽ ടൈമായിട്ട് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് കളിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു കഥ പോലെ മൈക്ക് ഈ ഒരു സംഭവങ്ങൾ പറയുകയാണ്. അങ്ങനെയാണ് മൈക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തിയറി മൊത്തത്തിൽ റിവീൽ ആവുന്നത്. സോ ശരിക്കും 11 മരിച്ചിട്ടില്ല, പകരം ഈ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് 11ഉം കാൾ ഇത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 11 മാത്രമാണ് ഇനിയിപ്പോൾ ആകെയുള്ള മിലിറ്ററിയുടെ ആശ്രയം. ഇപ്പോൾ അത് അപ്സൈഡ് ഡൗണും പൊട്ടി തകർന്നു. ഇനിയിപ്പോൾ 11 വെച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തിക്കൊണ്ട് പോയാൽ മാത്രമേ ഇവരുടെ ആ ഒരു ഹോൾ ഓപ്പറേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷേ 11 ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ഒരു മൊത്ത സംഭവം തന്നെ ഇല്ലാതാവും. 11 ആണ് ഇതിൻ്റെ ലാസ്റ്റ് പീസ്. അപ്പോൾ 11 മരിച്ചുവെന്ന് സ്വന്തം ഫ്രണ്ട്സിനെ അടക്കം വിശ്വസിപ്പിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇല്ല മിലിറ്ററി എന്തായാലും കുറച്ച് കാലത്തേക്കെങ്കിൽ പോലും ഈ ഒരു ഹോൾ ഫാമിലിയെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ അവരെ അടക്കം തെറ്റിദ്ധരിപ്പിക്കണം താൻ മരിച്ചുവെന്ന്. മാത്രമല്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇവരെല്ലാവരും തന്നെ തേടി വരും. അപ്പോൾ വീണ്ടും മിലിറ്ററി വരും, ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. സോ 11 എടുത്തൊരു ചോയ്സ് എല്ലാവരുമായി അകന്ന് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ് ഫോർ എവരി വൺസ് ഗുഡ്. മൈക്കിൻ്റെ തിയറിയിൽ ഏറ്റവും അവസാനം കാണിക്കുന്നത് 11 ഇങ്ങനെ നടന്ന് 2 വെള്ളച്ചാട്ടമുള്ളൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നതാണ്. ആ വെള്ളച്ചാട്ടങ്ങൾക്ക് അപ്പുറത്ത് ഒരു ചെറിയ ടൗണും കാണാം. അപ്പോൾ ഈ ഒരു ടൗണാണ് മോണ്ടാക്ക് എന്നാണ് ഇപ്പോൾ പൊങ്ങി വരുന്ന ഏറ്റവും വലിയ തിയറി. മോണ്ടാക്കിനെ പറ്റി അറിയാത്തവർക്കായിട്ട് അത് റിയൽ ലൈഫിലുള്ളൊരു ടൗണാണ്, അമേരിക്കയിലുള്ള ടൗണാണ്. ശരിക്കും സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഒറിജിനൽ പേര് മോണ്ടാക്ക് എന്നായിരുന്നു. ഓക്കെ, ആദ്യം ഇട്ട പേര് അതായിരുന്നു, പിന്നീടാണ് സ്ട്രേഞ്ചർ തിങ്സ് എന്നൊരു നെയിമിലോട്ട് വന്നത്. സോ മോണ്ടാക്ക് റിയൽ ലൈഫിലുള്ള ഒരു സ്ഥലത്തും നമ്മൾ സ്ട്രേഞ്ചർ തിങ്സിൽ കണ്ടതുപോലെ കുട്ടികളുടെ മേലുള്ള എക്സ്പീരിമെൻറ്റ്സ് നടത്തിയിട്ടുള്ള ഒരു വലിയ കോൺസ്പിറസി തിയറി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഒരു ഹോൾ സ്ട്രേഞ്ചർ തിങ്സ് തന്നെ ഡഫർ ബ്രദേഴ്സ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി മോണ്ടാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരായിരുന്നു കൊടുക്കാനിരുന്നത്. മോണ്ടാക്ക് അല്ലെങ്കിൽ മോണ്ടാക്ക് ഫയൽസ് എന്നായിരുന്നു കൊടുക്കാനിരുന്നത്. പക്ഷേ പിന്നീടാണ് സ്ട്രേഞ്ചർ തിങ്സ് നെയിം വരുന്നത്. പക്ഷേ ഇപ്പോൾ മോണ്ടാക്ക് വീണ്ടും ഇവർ മെൻഷൻ ചെയ്യുകയാണ്. അത് ജിം ഹോപ്പറും ജോയ്സുമായിട്ടുള്ള കോൺവെർസേഷനിലാണ്. മോണ്ടാക്കിലേക്ക് ഇനി പോകാമെന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഹോപ്പർ പറയുന്നുണ്ട്. സോ ഇവരിനി മോണ്ടാക്കിലേക്കാണ് പോകുന്നത്. ആൻഡ് നമ്മുടെ 11 എത്തിച്ചേരുന്നതും ഇതേ മോണ്ടാക്കിലേക്ക് തന്നെ ആയിരിക്കാം. സ്ട്രേഞ്ചർ തിങ്സിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ സ്പിൻ ഓഫ് ആയിട്ടായിരിക്കും മോണ്ടാക്ക് എന്നോ അല്ലെങ്കിൽ മോണ്ടാക്ക് ഫയൽസ് എന്ന പേരിൽ തന്നെയോ ആ ഒരു സീരീസ് വരിക. അതിൽ ജിം ഹോപ്പറും ജോയ്സും ആയിരിക്കും കൂടുതൽ ഫോക്കസ് എങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ 11 കയറി വരുന്നതും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം കണ്ടിന്യൂ ആയിട്ട് വരിക. അപ്പോൾ ഇത് ഉടനെയെങ്കിലും വരുമെന്നല്ല, ചിലപ്പോൾ കുറച്ച് സമയം പിടിച്ചേക്കാം. ഒരു 3-4-5 വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം മേ ബി വരിക. അതിൻ്റെ കൂടെ തന്നെ ഹോളി വീലറിൻ്റെ സ്പിൻ ഓഫ് വരുന്നു എന്നും കുറേ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഹോളി വീലർ ഈ ഒരു സീസണിലാണ് ഇത്രയധികം ഇമ്പോർട്ടൻസ് വന്നത്. കഴിഞ്ഞ സീസൺ വരെ അത്ര വലിയ കാര്യമൊന്നുമില്ലൊരു ചുമ്മാ ഒരു ക്യാരക്ടർ എന്നേ ഉള്ളൂ. പക്ഷേ ഈ സീസണിൽ വമ്പൻ ഇമ്പോർട്ടൻസ് വന്നു. പൊതുവേ സീരീസുകൾ ഇത് ചെയ്യാറുള്ളത് സ്പിൻ ഓഫ് ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഹോളി വീലറിന് ഇപ്പോൾ നമുക്കെല്ലാവർക്കും കൂടുതൽ പരിചയമായി, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനേക്കാളും സ്ക്രീൻ ടൈം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ സീസണിൽ. അപ്പോൾ ഹോളി വീലറിനെ നമുക്കെല്ലാവർക്കും ഇത്രയും പരിചയം ആയതുകൊണ്ട് ഇനിയിപ്പോൾ സ്പിൻ ഓഫ് ഇറക്കാമല്ലോ. ആൻഡ് അതുമാത്രമല്ല, ഏറ്റവും അവസാനം മൈക്ക് സ്ട്രേഞ്ചർ തിങ്സ് തീരുന്ന ആ ഒരു സീനിൽ നോക്കുമ്പോൾ ഹോളി അടക്കമുള്ള ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നാണ് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് കളിക്കുന്നത്. സോ തങ്ങളുടെ അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു സംഭവമാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ജനറേഷൻ ഓഫ് ഹോക്കിൻസിൻ്റെ സ്റ്റോറി ആയിട്ടായിരിക്കും ഹോളിയുടെ സ്പിൻ ഓഫ് വരുന്നത്. അതിൽ ഈ പറഞ്ഞ അപ്സൈഡ് ഡൗണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണമെന്നുമില്ല. മേ ബി മറ്റെന്തെങ്കിലും റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ലോർ ഇവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആസ് ഓഫ് നൗ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ തൊട്ടടുത്തായിട്ട് വരാൻ പോകുന്ന സീരീസാണ് ടെയിൽസ് ഫ്രം 85. ഇത് ഇക്കൊല്ലം റിലീസാവും. ഇതൊരു ആനിമേറ്റഡ് സീരീസാണ്. സീസൺ 2നും 3നും ഇടയിൽ നടക്കുന്ന കഥകളാണ് ഈ സീരീസിൽ പറയുന്നത്. അപ്പോൾ ഇതൊരു ആന്തോളജി സീരീസ് ആയിരിക്കും എന്നാണ് കേട്ടത്. അതായത് ഓരോ എപ്പിസോഡിലും ഓരോ കഥയായിരിക്കും, ഒരു കണ്ടിന്യൂസ് സ്റ്റോറിയിലേയും കാണില്ല, ഓരോന്നിലും ഓരോ കഥ. പക്ഷേ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ആ ഒരു വലിയ വേൾഡിലേക്കായിരിക്കും. അപ്പോൾ അത് ഇക്കൊല്ലം തന്നെ റിലീസാവുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പറഞ്ഞ ഹോളിയുടെ ആ ഒരു സ്പിൻ ഓഫ് ആയിട്ട് നെക്സ്റ്റ് ജനറേഷൻ്റെ ഹോക്കിൻസിലെ കഥ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മോണ്ടാക്ക് സീരീസും എത്തിയേക്കാം. മോണ്ടാക്ക് എന്ന് പറയുന്നത് അമേരിക്കയിലെ റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ടൗൺ ആണെന്ന് പറഞ്ഞല്ലോ. ശരിക്കും മോണ്ടാക്ക് ഇവർ മാറ്റാനുള്ളൊരു കാരണം ഇതൊരു കോസ്റ്റൽ ടൗൺ ആയതുകൊണ്ട് ചുറ്റും ഈ ഒരു സീയും സെറ്റപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ആ ഒരു ഹോക്കിൻസിൻ്റെ ഒരു അടച്ചു കിട്ടിയൊരു അവസ്ഥയുണ്ടല്ലോ, അതവിടെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഒരു ഫിക്ഷണലായിട്ട് ഇന്ത്യാനയിലുള്ള ഹോക്കിൻസ് എന്ന ആ ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ആകുമ്പോൾ ഇവർ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ടൗൺ പോലാണല്ലോ. മറ്റേത് ചുറ്റും ഈ പറഞ്ഞ ഓഷ്യൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ മോണ്ടാക്ക് എന്നൊരു സീരീസ് ആയിട്ട് അത് കൊണ്ടുവരുവാണെങ്കിൽ ഇതൊരു പുതിയ ഫ്രഷ് ടേക്കായി. നമ്മൾ അത്രയും അടഞ്ഞു കിടന്ന ഒരു ടൗണിൽ നിന്ന് മാറിയിട്ട് ചുറ്റും കടലും ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റേതായ എഫക്റ്റുകൾ കൊണ്ടുവന്ന് പുതിയൊരു യുണീക്ക് എക്സ്പീരിയൻസും യുണീക്കായിട്ടുള്ള വിഷ്വൽസ് ആൻഡ് സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ മോണ്ടാക്കിലൂടെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ 11 മരിച്ചിട്ടില്ല എന്നുള്ള തിയറിയാണല്ലോ നമ്മൾ പറഞ്ഞത്. വേറൊരു തിയറി കൊണ്ട് 11 ശരിക്കും മരിച്ചുപോയി. ഇതൊക്കെ മൈക്കിൻ്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ്. അതായത് 11 മരിച്ചു എന്ന് മൈക്കിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു കഥ ഉണ്ടാക്കി ഇവരോടെല്ലാം പറയുന്നത്, ഒരു ഹോപ്പ് ഉണ്ടാക്കി വെക്കുക, അതൊരു ഹാപ്പി എൻഡിങ് ആക്കുക എന്ന രീതിയിൽ വന്നത്. ശരിക്കും 11 മരിച്ചു പോയെന്നാണ് ഈ തിയറി പറയുന്നത്. വേറൊരു സംഭവം, മൈക്ക് ഒരു റൈറ്ററാണ്. സോ പുള്ളിക്ക് ക്രിയേറ്റീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുമെന്നുള്ളതാണ്.
പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീൻ ഒന്നുകൂടെ എടുത്ത് നോക്കി. ഞാൻ വീണ്ടും 2-3 പ്രാവശ്യം സീൻ ഒന്ന് റിവാച്ച് ചെയ്തു. അപ്പോൾ മൈക്ക് പറയുന്ന കാര്യങ്ങൾ എവിഡൻ്റ് ആയിട്ട് തോന്നി. ആ സപ്രസേഴ്സ് ഒക്കെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാൽ മൂക്കിൽ നിന്ന് ചോര വരുന്നില്ല, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ മൈക്ക് പറഞ്ഞ തിയറിയാണ് സത്യമാവാൻ ചാൻസ്. പക്ഷേ മൈക്ക് പറഞ്ഞത് എക്സാക്ട്ലി ആവണമെന്നില്ല. മൈക്കിൻ്റെ തലയിലുള്ളതാണ് പറഞ്ഞത്. ചെറിയ ചേഞ്ചസ് ഉണ്ടായേക്കാം. എന്തായാലും 11 രക്ഷപ്പെട്ടു. 11 ഇപ്പം മറ്റെവിടെയോ ആരും അറിയാതെ ജീവിക്കുകയാണ്. അത് മോണ്ടാക് സീരീസ് വരുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് കാത്തിരിക്കേണ്ടത്. സ്ട്രേഞ്ചർ തിങ്സിൻ്റെ എൻഡിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫൈനൽ എപ്പിസോഡിനെ പറ്റിയിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നത് കേട്ടു. വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഫൈനൽസ് ആണ്, എല്ലാം കൊണ്ടുപോയി കലമുടച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ഹോൾസം എൻഡിങ് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്. ഈ പറഞ്ഞ പോലെ ഡെമോഗോർഗൺസ് ബാറ്റ്സിനെ ഒന്നും യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. അതെനിക്കും ഇടയ്ക്ക് തോന്നി. പക്ഷേ ഇത്രയും വലിയ സ്റ്റോറിയിലെയും ബാക്കി നടക്കുമ്പോൾ ഓൾറെഡി 2 മണിക്കൂറുള്ള എപ്പിസോഡിൽ ഇവരുടെ ഫൈറ്റ് സീൻസൊക്കെ കുത്തി കയറ്റണ്ടാന്ന് ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സ് തീരുമാനിച്ചാണെന്ന് പറയാൻ പറ്റില്ല. ഡഫർ ബ്രദേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയോ സീൻസ് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ മോസ്റ്റ് ലൈക്ലി ഈ പറഞ്ഞ ഡെമോ ബാറ്റ്സും ഡെമോഗോർഗൺസിൻ്റെയൊക്കെ ഫൈറ്റ്സ് ആയിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം അത് ഒറ്റയടിക്ക് ഓൾ ടുഗദർ അങ്ങില്ലാതാക്കി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാമല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കും അത് കിട്ടാതെ പോയത്. പക്ഷേ ഈ പറഞ്ഞ ഹോൾ ഫൈറ്റ് അല്ലെങ്കിൽ ഒരു എൻഡ് ഗെയിമിലൊക്കെ കണ്ടതുപോലെ എല്ലാവരും കൂടെ ഉള്ള ഭയങ്കര ഫൈറ്റ് എന്നതിനേക്കാൾ ഉപരി ഒരു ഇമോഷണൽ എൻഡിങ് ആയിരുന്നു സ്ട്രേഞ്ചർ തിങ്സിന് വേണ്ടിയിരുന്നത്. ആ ഒരു ഇമോഷണൽ എൻഡിങ് കിട്ടുകയും ചെയ്തു. കാരണം ഈ പറഞ്ഞ ഹോൾ അപ്സൈഡ് ഡൗണും അബിസും മൈൻഡ് സെറ്റപ്പും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ ക്യാരക്ടേഴ്സാണ് നമ്മൾ ഈ സീരീസിൽ ഇത്രയധികം കണക്ട് ചെയ്തതും ഈ ഒരു സീരീസിൽ ഇത്രയധികം ഫേവറേറ്റ് ആക്കിയതും. അവർക്കുള്ളൊരു കിടിലം ഫെയർവെൽ നൽകിക്കൊണ്ട് തന്നെയാണ് സ്ട്രേഞ്ചർ തിങ്സ് അവസാനിച്ചത്. സോ എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈങ് ആയ ഒരു എൻഡിങ് തന്നെയായിരുന്നു സ്ട്രേഞ്ചർ തിങ്സിൻ്റേത്. നിങ്ങൾക്ക് എന്താണ് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ എൻഡിങ്ങിനെ കുറിച്ചും അതേപോലെ മൈക്കിൻ്റെ തിയറിയെക്കുറിച്ചുള്ള അഭിപ്രായം? മൈക്കിൻ്റെ തിയറി അല്ലാതെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തിയറീസ് ഉണ്ടോ? അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് അടക്കം നമ്മൾ ഒരുപാട് മൂവി സീരീസിലെ വീഡിയോസ് ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ ഗന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.